എൻ്റെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ടോയ് ഒരു സിറ്റി ബസ്സാണ്. അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ കവറിൽ നമുക്ക് എന്തൊക്കെയാണ് കൊടുത്തേക്കെന്ന് നോക്കാം. പബ്ലിക് കമ്മ്യൂട്ടേഴ്സ് ഫുൾ ബാക്ക് ആക്ഷൻ സിറ്റി ബസ്, ഏജ് 3 years ആണ്. ആൻഡ് എ ക്വാളിറ്റി പ്രോഡക്റ്റ് ഫ്രം സെൻഡി ടോയ്സ് ആണ്. സെൻഡി ടോയ്സിൻ്റെയാണ് ഈ ബസ്, ഈ ടോയ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത് പ്രൈസ് കൊടുത്തിരിക്കുന്നു 242. നമുക്കതെല്ലാം താത്തിയാണ് കിട്ടിയത്. പിന്നെ അതിൻ്റെ മാനുഫാക്ചേഴ്സ് കാണിക്കുന്നു. പല കളേഴ്സിലാണ് ഈ ബസ് വരുന്നത്. പിന്നെ വാണിംഗ് കൊടുത്തിരിക്കുന്നു. 3 years താഴെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കരുത്, കാരണം അവരുടെ മൗത്തിലൊക്കെ പോയാൽ പ്രോബ്ലമാണ്. അതുകൊണ്ട് അതിൻ്റെ വാണിംഗ് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഇതൊക്കെയാണ് ഈ പാക്കേജിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോയ്, ഒരു ഫുൾ ബാക്ക് ആക്ഷൻ സിറ്റി ബസ്. നമുക്കിനി ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് കീറി പറിച്ചെടുക്കാനേ പറ്റുള്ളൂ. അൺബോക്സിങ് ഉണ്ടായിരുന്നു ഒന്ന് പറയട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റി ബസ്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് വരുന്നത് 2 പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴെ ലൈറ്റ്, അതിൻ്റെ ഫ്രണ്ട് ഗ്രില്ലെല്ലാം കൊടുത്തിരിക്കുന്നത് സ്റ്റിക്കറാണ്. പിന്നെ താഴെ അതിൻ്റെ നമ്പർ പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു DL1P5846. അപ്പോൾ ഇതാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. പിന്നെ ഇതിൽ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഔട്ടും ഇന്നും ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലെ കയറി ഇതിൽ ഇറങ്ങാവുന്ന രീതിയിൽ. പിന്നെ ഇതിൻ്റെ സൈഡ് വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. സൈഡ് വിൻഡോയിൽ ഗ്ലാസ് ഉണ്ട്. പിന്നെ അകത്ത് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഗ്ലാസ് ആണ്, ഇത് ഓപ്പൺ അല്ല, ഗ്ലാസ് ഉണ്ട് ഇതിൽ. പിന്നെ താഴെ അണ്ടർ സ്റ്റേറ്റ് പെർമിറ്റാണ് കാണിച്ചിരിക്കുന്നു. പിന്നെ ഇതിന് താഴെ 4 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടയർ വരുന്നു. ഇത് റബ്ബറാണ് ഈ ടയർ വീല് വന്നിരിക്കുന്നത്. അകത്ത് അലോയ് കൊടുത്തിരിക്കുന്നു, അത് പ്ലാസ്റ്റിക്കാണ്. അപ്പം ഇതും റബ്ബർ തന്നെ, അലോയ് പ്ലാസ്റ്റിക്കാണ് ഈ വീലും വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ സൈഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഗ്ലാസ് വന്നിരിക്കുന്നു. അത് 3 തിരിച്ചിരിക്കുകയാണ്. പിന്നെ താഴെ ജസ്റ്റ് സേ നോ ടു ഡ്രഗ്സ് എന്ന് കാണിച്ചിരിക്കുന്നു. ഇത് നല്ലൊരു സന്ദേശമാണ് ഏതായാലും ഈ ബസ്സിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ 2 ലൈറ്റ് കൊടുത്തിരിക്കുന്നു, അത് പ്ലാസ്റ്റിക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ബാക്കിൽ നിന്നുള്ള വ്യൂ. ഇനി നെക്സ്റ്റ് സൈഡ് നമുക്ക് നോക്കാം. ഇവിടെ പൈലറ്റ് എന്ന ഡ്രൈവർ ക്യാബിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ ക്യാബിനാണിത്, പൈലറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ എമർജൻസി എക്സിറ്റിൻ്റെ ഡോറാണെന്ന് തോന്നുന്നു. ഇവിടെ എഴുതിയിട്ടില്ല, ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ്. പാസഞ്ചേഴ്സ് സൈഡ് വിൻഡോ, അതുപോലെ അണ്ടർ സ്റ്റേറ്റ് പെർമിറ്റ്, പിന്നെ 4 പിക്ചേഴ്സുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ വീൽസ് കാര്യങ്ങളെല്ലാം വരുന്നു. അപ്പോൾ ഇതാണ് ഈ സൈഡിൽ നിന്നുള്ള വ്യൂ. ഇനി ഇതിൻ്റെ ടോപ്പ് പോർഷൻ നോക്കുകയാണെങ്കിൽ സൺറൂഫ് കൊടുത്തിട്ടുണ്ട്, അതായത് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്, സൺറൂഫ്. അപ്പോൾ ബാക്കി വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ. ഇനി ഇതിൻ്റെ അടിവശം നോക്കുകയാണെങ്കിൽ സെൻഡി ടോയ്സ് ആണ് സിറ്റി ബസ് എന്ന് കൊടുത്തിരിക്കുന്നു. ഇത് ഫുൾ ബാക്ക് ആക്ഷൻ ടോയാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ബസ്സിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോയ്, സിറ്റി ബസ്, ഫുൾ ബാക്ക് ആക്ഷൻ സിറ്റി ബസ്. പിന്നെ ഇതൊരു ഫുൾ ബാക്ക് ആക്ഷൻ ടോയ് ആണെന്ന് പറഞ്ഞല്ലോ. നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ പുറകോട്ട് വലിക്കുക, ഇട്ട് കഴിഞ്ഞാൽ ബസ് അങ്ങ് പൊക്കോളും. അതുപോലെ തന്നെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡ്രൈവർ ക്യാബിന് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ പാസഞ്ചർ സീറ്റ് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നു. നല്ല ലെങ്തി ബസ്സാണ്, അത്യാവശ്യം നല്ല ലെങ്താണ് ഈ ബസ്സിനുള്ളത്.
കൂട്ടുകാരെ, നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ വേറൊന്നുമല്ല, നിങ്ങൾ ഇതിൽ കാണുന്ന ഈ 4 പിക്ചേഴ്സ് ഉണ്ടല്ലോ, അപ്പം അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ കറക്റ്റ് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഞാൻ ഈ ബസ് അയച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതേ ഓർഡറിൽ, ഇത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഇത് ഫസ്റ്റ് 1, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ വേണം കമൻറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നറുക്കിട്ട് നമ്മളെ വിജയിയെ പ്രഖ്യാപിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വേഗം തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ആരായിരിക്കും വിന്നറെന്ന് ഞാൻ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ വേഗം കമൻറ്റ് ഇട്ടു. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ.